നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീരപിള്ളെ. നമസ്തേ. നമ്മുടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് 2 മാസം പിന്നിടുന്നു. കാരണം അതിൽ ഇ ഡി തിരുവനന്തപുരത്ത് പോലീസിന് കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോൾ നമ്മുടെ മ്യൂസിയം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ പ്രതികൾ 26 പേർ റിമാൻഡിലാണ്. ഇവരുടെ ജാമ്യാപേക്ഷ പലതവണ പരിഗണിച്ച് കോടതി തള്ളി. കേസിൽ ഇ ഡിയും കക്ഷി ചേർന്നിട്ടുണ്ട്. ഇ ഡിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറും വളരെ ശക്തമായി ജാമ്യാപേക്ഷകളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ പുറത്തുവിട്ടാൽ അതിന് പറയുന്ന കാരണം, കോടതി അംഗീകരിച്ച ആ കാരണം, ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാരണം, ഇപ്പോൾ റിമാൻഡിലുള്ള 26 പേർ, അത് ഒരാളെങ്കിലും പുറത്തിറങ്ങിയാൽ അവർ മറ്റുള്ളവരുടെ അറസ്റ്റിനെ ഇതുപോലെ ചെന്ന് തടയിടാൻ നൽകും. അതുപോലെ അവർ തെളിവ് നശിപ്പിക്കും. മറ്റ് പ്രതികൾക്ക് ഇതിലുള്ള ഇൻവോൾവ്മെന്റിനെ ഇല്ലാതാക്കും. പക്ഷെ ഈ മറ്റ് പ്രതികൾ ഇപ്പോഴും പുറത്താണ്. അതായത് 26 പേർ മാത്രമേ അകത്തുള്ളൂ. അന്ന് കണ്ടാലറിയുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു അന്നത്തെ കമ്മീഷണർ അന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ 26 പേരെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ ഇ ഡി കൊടുത്തേക്കുന്ന ഇടക്കാല സത്യവാങ്മൂലത്തിൽ, കോടതിയിൽ കൊടുത്ത ഇടക്കാല സത്യവാങ്മൂലത്തിൽ പറയുന്നത്, അവിടെ കൂടി നിന്ന നേതാക്കൾ, CPI നേതാക്കൾ, അവർ തങ്ങളെ ആക്രമിക്കാൻ ആഹ്വാനം നൽകി. അവരുടെ പ്രേരണയിലാണ് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ ഈ 26 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്ന അതേ വകുപ്പിൽ തന്നെ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കം മുൻ MLA മാരായ VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ മേയർ, ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കമുള്ള നിരവധി MP മാരായ A റഹീം, ജോൺ ബുട്ടാസ്, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്ന് തോന്നുന്നു. കാരണം ആ ഭാഗത്തേക്ക് ആഭ്യന്തരമന്ത്രി ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല. താനത് ഈ വിവരം ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ശരിക്കും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അനുമതി നൽകാത്തത് ഇതേ ആഭ്യന്തര വകുപ്പ് തന്നെയല്ലേ? തീർച്ചയായും 2 കാര്യങ്ങൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുണ്ട്. ഒന്നുകിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പിണറായി വിജയനെയും കൂട്ടരെയും പേടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ഡീലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് ഡീലിനെ പറ്റിയാണ്. ആ ഡീല് CPM-ഉം കോൺഗ്രസും തമ്മിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2 കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇ ഡി ആക്രമിച്ച കേസാണ്. ഇ ഡി ആക്രമിച്ച കേസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇ ഡി വരുന്നു. ആ ഇ ഡി വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ അവിടെ എത്തുന്നത് VK പ്രശാന്ത് MLA-യും ഒപ്പം ആര്യ രാജേന്ദ്രനുമാണ്. അതിനുശേഷം ഒന്നൊന്നായി ആൾക്കാരെത്തുന്നു. നേതാക്കന്മാർ കൂടുതൽ എത്തുന്നതോടുകൂടി വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ആൾക്കാരെ അവിടേക്ക് ഗ്രൂപ്പുകളായി, SFI-ക്കാർ, DYFI-ക്കാർ, അങ്ങനെ ഗ്രൂപ്പുകളായി അവിടേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഏതാണ്ട് 8 മണിക്കൂർ 9 മണിക്കൂർ നീണ്ട ഒരു അന്വേഷണം, ആ റെയ്ഡ് നടക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുന്ന ആ സമയത്ത്, ഇ ഡിയുടെ ചോദ്യം ചെയ്യലും റെയ്ഡും ഒക്കെ നടക്കുന്ന ആ 8 മണിക്കൂർ നേരത്തോളം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു? ഏതായാലും അവിടെ ആൾക്കാർ തടിച്ചു കൂടുമ്പോൾ, അതും നമുക്കറിയാം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലും തൊട്ടടുത്തും. പരിധി എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയല്ലല്ലോ, അടുത്തുള്ള സ്ഥലത്താണ്. ഇപ്പൊ നമുക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുമ്പോൾ കുറേയേറെ സ്ഥലം ഉണ്ടാവും. പക്ഷെ ഏറ്റവും അടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മൂക്കിന്റെ കീഴിൽ എന്ന് പറയാൻ പറ്റും. അത്രയും അടുത്തൊരു സ്ഥലത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അവിടേക്ക് പോലും പോലീസിനെ, ഏതായാലും ആൾക്കാർ കൂടുമ്പോൾ അവിടെ CPM-കാരാണ് കൂടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസിന് അറിയാത്തതല്ല. മാത്രമല്ല, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ SHO, ആ SHO ഈ പോലീസ് അസോസിയേഷന്റെ CPM-ന്റെ സംഘടനയുടെ ആളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് പോലീസിനെ വിടാതെ, അവിടെ ഒരു അക്രമം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് 2 അടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു സത്യത്തിൽ ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും പെരുമാറിയത്. ഏതായാലും ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇനി അഥവാ ആഭ്യന്തരമന്ത്രി ആ സമയത്ത് ആ 8 മണിക്കൂറിനുള്ളിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ പണി നിർത്തിപ്പോണം, അദ്ദേഹം ഈ പണിക്ക് പ്രാപ്തനല്ല എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കൃത്യസമയങ്ങളിൽ പോലീസുകാർ ആക്ട് ചെയ്തോ?
അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയോ? CPM ഓഫീസിലേക്ക് ഓടിക്കേറിയവരെ പിടിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ കാല് പിടിച്ച് പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നങ്ങൾ. ആഭ്യന്തര വകുപ്പ് വമ്പൻ പരാജയമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഞാൻ പിന്നീട് അതിന്റെ കാര്യം കൂടി വ്യക്തമാക്കാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കൂ. ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. അന്നൊരു 26 പേർക്കെതിരെ പരാതി എടുക്കുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു, 26 പേരെ അറസ്റ്റ് ചെയ്യുന്നു. 300 പേരെ കണ്ടാൽ അറിയുന്ന 300 പേർ എന്നാണ്. അപ്പോ ഈ പറയപ്പെടുന്ന അവിടെ എത്തിയ നേതാക്കന്മാരെ ആരും കണ്ടാൽ അറിയാത്തവരാണ്. ആഭ്യന്തര വകുപ്പിനും പോലീസിനും കണ്ടാൽ അറിയാത്തവന്മാരാണോ, കണ്ടാൽ അറിയാത്ത ആൾക്കാരാണോ ഈ നേതാക്കന്മാരെല്ലാം അവിടെ എത്തിച്ചേർന്നത്? അപ്പൊ ആ നേതാക്കന്മാർക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ല. ഇനി പോട്ടെ, അതും കഴിഞ്ഞു കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിലെത്തുമ്പോൾ കോടതി എന്താ പറയുന്നത്? ഇത് ജാമ്യാപേക്ഷ വരുമ്പോൾ വളരെ ആസൂത്രിതമായ അക്രമമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്ന് ബോധ്യമാവുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആസൂത്രണത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ആസൂത്രണത്തെ കുറിച്ച് എന്താ ഇതുവരെ അന്വേഷിക്കാൻ? ഒരാൾക്കെതിരെ FIR ഇടാത്തത് എന്താണ്? അപ്പൊ CPM നേതാക്കന്മാരെ പേടിയാണോ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുമായി എന്തെങ്കിലും ഡീലുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതല്ലേ, ഒരു മന്ത്രി ഹെൽമെറ്റ് പോലും ഇടാതെ ഓടിപ്പോയി രമേശ് ചെന്നിത്തലയുടെ അടുത്ത് അഭയം പ്രാപിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അതെന്തിനായിരുന്നു? അപ്പൊ അതെങ്കിലും വിശദീകരിക്കണം. ആഭ്യന്തരമന്ത്രി അതെങ്കിലും വിശദീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ എത്തിയത്? ഇങ്ങനത്തെ കേസുകൾ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഇല്ലാതാക്കാനാണോ? ഏതെങ്കിലും കേസുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരം കൈമാറാനാണോ? അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്താനിടയായ സാഹചര്യം? വലിയ സൗഹൃദ സംഭാഷണം നടത്തിപ്പിക്കുകയായിരുന്നോ? അദ്ദേഹം പറയട്ടെ. ഇനി അത് മാത്രമല്ല, പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് വഴുതക്കാട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലേക്ക് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ തിടുക്കത്തിൽ ഓടി വരികയായിരുന്നു. കാരണം ഹെൽമെറ്റ് പോലും അദ്ദേഹം വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ വളരെ വേഗത്തിൽ തന്റെ ആക്ടീവ സ്കൂട്ടറിലൂടെ എത്തുകയും ഓടിച്ചെന്ന് രമേശ് ചെന്നിത്തലയുടെ മുറിയിലേക്ക് ഓടിച്ചെന്ന് കയറുകയും നേരത്തെ വിളിച്ച് വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിലുള്ള രമേശ് ചെന്നിത്തലയെ ഉച്ചസമയത്ത് കാണുകയും അങ്ങനെ ചർച്ച മറ്റു ചാനലുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അതേ വേഗതയിൽ തന്നെ അദ്ദേഹം ആ സ്കൂട്ടർ കയറി തിരിച്ചു പോവുകയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അലട്ടുന്ന, അദ്ദേഹത്തെ ബാധിക്കുന്ന എന്തോ ഒരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ തിടുക്കത്തിൽ കിതച്ച് ആഭ്യന്തരമന്ത്രിയെ കാണാൻ വന്നതും. അപ്പോൾ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാനതെല്ലാം നോക്കിക്കൊള്ളാം, വിഷമിക്കേണ്ട എന്ന് അദ്ദേഹം പുറത്തിറങ്ങി ആശ്വസിപ്പിച്ചാണ് കടകംപള്ളി സുരേന്ദ്രനെ വിട്ടത്. പക്ഷെ സ്വർണ്ണക്കൊള്ള കേസല്ല. സ്വർണ്ണക്കൊള്ള കേസിൽ ഇങ്ങനെ ഓടി വരേണ്ട കാര്യമില്ല. കാരണം അത് നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതാണ്. പുതിയ എന്തോ ഒരു വിഷയം, ഒരു വൻ വിഷയം ഇദ്ദേഹത്തെ ഉണ്ടായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും വിഷയം, പുറത്തു പറയാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയം, അതിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊക്കെ ആയിരിക്കാം. അപ്പോ അതായിരിക്കും അദ്ദേഹം ഓടിയെത്തിയത്. അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും വെപ്രാളം പിടിച്ചവിടെ ഓടിയെത്തേണ്ട കാര്യമില്ല. ഏതായാലും അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, രമേശ് ചെന്നിത്തല ബാധ്യസ്ഥനാണ്. രണ്ടാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ സുഗതന്റെ വിഷയത്തിൽ കണ്ടതാണ്. സുഗതനെ ആകാശത്തേക്ക് വെടിവെക്കുന്നു. അതൊരു CPM-കാരനാണ്. അതേപോലെ CPM-കാരനായ പോലീസുകാരനാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CPM-കാരനായ പോലീസുകാരൻ തന്നെയായിരുന്നു. രണ്ടിടത്തും ആവർത്തിക്കുന്ന ഒന്നു തന്നെയാണ്. ഇനി അതിനുശേഷം നടന്ന സംഭവങ്ങൾ ആലോചിച്ച് നോക്കൂ. സുഗതന്റെ വിഷയത്തിൽ കാപ്പ ബോർഡിന് മുന്നിലെത്തുന്നു. ആഭ്യന്തര സെക്രട്ടറിയെ BJP നേരിട്ട് കാണുന്നു. അപ്പോഴൊന്നും ഒരു മാറ്റവുമില്ല സുഗതന്റെ കാര്യത്തിൽ. സുഗതനെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാൻ. ഇനിയും പോട്ടെ, അതെല്ലാം പോട്ടെ, കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ കസ്റ്റഡിയിലുള്ള വിയ്യൂർ പോലീസ് സ്റ്റേഷൻ, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളെ കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് അവിടുത്തെ പോലീസ് കൊണ്ടിരുന്നത്. പോലീസ് അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്ന സുഗതനെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സുഗതനെ കൊണ്ടുവന്നത് ആ പോലീസുകാരാണ്. അവിടെ നിന്നും കൊണ്ടുവന്ന വിയ്യൂരിൽ നിന്ന് കൊണ്ടുവന്ന പോലീസുകാരാണ്. ഉടൻ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ SI ചാടിക്കയറി അവരോടൊപ്പം പോവുകയും അന്ന് തീർച്ചയായിട്ടും 3 മണിക്കൂർ മാത്രം. അതുകൊണ്ട് കോടതിയുടെ ഡിസ്ക്രിപ്ഷനിലാണ് കോടതി അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോലും ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യത്തിന്റെ കോടതികൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. കോടതി അന്വേഷണ ഏജൻസി അല്ലല്ലോ. കോടതിയുടെ വിചാരണ ഘട്ടത്തിലാണല്ലോ പ്രതിയാണോ വാദിയാണോ അവരെ അല്ലെങ്കിൽ വെറുതെ വിടുന്നോന്നൊക്കെ ചിന്തിക്കുന്നത്, അക്യൂറ്റ് ചെയ്യുന്നോന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ഇത്രയൊക്കെ കോടതിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കോടതി അതിന്റെ മാക്സിമം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സുഗതന്റെ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. അപ്പോഴും ആലോചിച്ച് നോക്കൂ, സുഗതനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന കാര്യത്തിലാണെങ്കിലും സർക്കാരിന്റെ നിലപാട് ജയിലിൽ വെച്ച് നടത്താം എന്നാണ് പറഞ്ഞത്. ജയിലിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ അവർ
അവർക്ക് ജാമ്യം കൊടുക്കുമായിരുന്നു. അപ്പോൾ ജയിൽ വെച്ച് നടത്താമെന്ന് പറയുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി CPM വർത്തിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് DGPയുടെ മൂക്കിന് താഴെ, അതായത് നമ്മൾ ആലോചിക്കണം, ശ്രീമൂലം ക്ലബിന്റെ തൊട്ടിപ്പുറത്ത് അവിടെ ഒരു അച്ഛനും അമ്മയും പെൺകുട്ടിയും കൂടി വന്നപ്പോ സാമൂഹ്യദ്രോഹികൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട് എവിടേക്കാ പോകുന്നത്? ആഭ്യന്തര വകുപ്പിന് എന്താണ് പണി? എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ്? സത്യം പറഞ്ഞ രമേശ് ചെന്നിത്തല എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓപ്പറേഷൻ തൂഫാൻ രാവിലെ മുതൽ രാത്രി വരെ പോലീസ് കാവലുമുണ്ട് അവിടെ, പ്രത്യേകിച്ച് തൊട്ടടുത്താണ്. തീർച്ചയായിട്ടും അതിനടുത്താണത്. 2 ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞു. എന്ത് തൂഫാനാണ് നടപ്പാക്കിയത്? ഇവിടെ കുറച്ച് കൊച്ചു പിള്ളേരെ, അതായത് കാരിയർമാരായിരിക്കുന്ന കൊച്ചു കുട്ടികളെ അവരെ ഓടിച്ചിട്ട് പിടിച്ചു. അതിന് മുകളിലേക്ക് ഏതെങ്കിലും ഇവർക്ക് ആരാണ് ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഒരാളെ പിടിച്ചതായി അറിയുമോ? ഏറ്റവും കൂടുതൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരുന്നുണ്ട്, അതുപോലെ അതാണ് നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് മോഹൻലാലിനൊപ്പം പറയാൻ വിജയ് വരുന്നു എന്നാണ് അറിയുന്നത്. ഇദ്ദേഹം പോയി കണ്ടിരുന്നു, ഇദ്ദേഹം ചെന്നൈയിൽ പോയി ക്ഷണിച്ചു, അതുപോലെ അതല്ലേ ഓപ്പറേഷൻ തൂഫാൻ? അതെ, അതാണ് ഓപ്പറേഷൻ തൂഫാൻ. അപ്പോ ഇനി അടുത്തത് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കപ്പെടുന്ന മേഖല സിനിമാ മേഖലയാ. ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തു? ഒരാളെങ്കിലും? ഈ കാരിയർമാരായി പ്രവർത്തിക്കുന്ന പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളെ, അവരെ കരിയർമാരായി പ്രവർത്തിക്കുന്നവരെ അറസ്റ്റ് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്. ആ കുട്ടികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. ആ കുട്ടികളെ അറസ്റ്റ് ചെയ്താൽ അവരെ മാനസിക പരിവർത്തനത്തിന് വിധേയമാക്കുന്ന രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ മയക്കുമരുന്നിൽ മാറ്റണം. ഒരു സംശയമില്ല. കൊച്ചുകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. കൊച്ചുകുട്ടികൾ എന്നാൽ ആരും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. കൊച്ചുകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അവർക്ക് പണമില്ലാതെ വരുമ്പോൾ അവർ കാരിയർമാരാവുകയും ചെയ്യും. 2 കുറ്റമാണ് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്നു, അവർ കാരിയർമാരായി മാറുന്നു പിന്നീട്. അപ്പോ അത് വലിയ കുറ്റം തന്നെയാണ്. ഇതിൽ ആരെയെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ യഥാർത്ഥ കച്ചവടക്കാരനിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ എത്തിയിട്ടുണ്ടോ? സിനിമാ മേഖലയിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ എത്തുന്നുണ്ടോ? അപ്പൊ ഈ അടുത്ത കാലത്ത് 2-3 സീരിയൽ നടിമാരോ ബിഗ് ബോസ് താരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബാളം വെക്കുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും അവർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. കേസെടുത്തതായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതായോ നമുക്കറിയില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആഭ്യന്തര വകുപ്പ് വമ്പൻ പരാജയമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇന്ത്യ മുന്നണിക്ക് കീഴിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോ ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, ഇടതുമുന്നണിയെ പേടിച്ച് ജീവിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഇന്ത്യ മുന്നണിയാണ് കേരളത്തിലെ ആഭ്യന്തര ഭരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കാരിയർമാരെയൊക്കെ പിടിക്കണമെന്ന് KCBC പറഞ്ഞു? അതോ VM സുധീരൻ, മുൻ KPCC പ്രസിഡന്റ് കൂടിയായ KCBCയുടെ വക്താവായ VM സുധീരൻ പറഞ്ഞില്ലല്ലോ? ഇവരൊക്കെ പറഞ്ഞാലേ ആഭ്യന്തര വകുപ്പ് അനങ്ങുകയുള്ളൂ. ഇവർ പറയുന്നത് അതേസമയം ഏതെങ്കിലും ഒരു ബാർ പൊതുവെ അനുവദിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബാറിലെ ഒരു കിളിവാതിൽ ഒന്നുകൂടി അനുവദിച്ചു കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ ആ ബാറിന് രാത്രി വെളുപ്പിന് 1 മണി വരെ 2 മണി വരെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു നോക്കൂ. അപ്പോൾ തുടങ്ങും ബഹളം. മദ്യം വിൽക്കുന്നു. അതായത് സർക്കാരിന് വരുമാനം കിട്ടുന്ന കാര്യമാണ്. 200-250% ടാക്സ് നികുതി സർക്കാരിന് ഈ മദ്യം വിറ്റ് കിട്ടുന്നു. സർക്കാർ ജീവിക്കുന്നത് ഈ മദ്യ വിൽപ്പനയിലൂടെയും ലോട്ടറിയിലൂടെയുമാണ്. സർക്കാർ ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ഉണ്ടാക്കിക്കൊടുത്ത കടം വീട്ടാൻ പോകുന്നത് ഈ പണം ഉപയോഗിച്ചാണ്. അല്ലാതെ വേറെ ഇവിടെ കീരവിത്ത് വിറ്റ വരുമാനമൊന്നും സർക്കാരിനില്ല. കൃഷിയില്ല, നെൽകൃഷിയിൽ നിന്നും വരുമാനമൊന്നുമില്ല. ഉള്ള നെൽകൃഷി മൊത്തം ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ മദ്യത്തിന്റെ കാര്യം വരുമ്പോൾ VM സുധീരൊക്കെ എഴുന്നേക്കും. കാരണം കോൺഗ്രസ് സർക്കാർ എപ്പോൾ വന്നാലും ഈ KCBC അല്ലെങ്കിൽ മദ്യവിരുദ്ധ സമിതി ഇവരൊക്കെ ശക്തമാണ്. പക്ഷെ ഇവരാരും ലഹരി വിരുദ്ധ സമിതി പറഞ്ഞിട്ടില്ല. ലഹരി മാത്രമല്ല, സ്വർണ്ണക്കൊള്ള പറഞ്ഞാണല്ലോ ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ നടപടികൾ എന്തായി? ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ എന്തായി? അപ്പോ ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രകടമായ വ്യത്യാസവും ഇടത് വലത് മുന്നണികളിൽ തമ്മിലില്ല എന്നുള്ളതാണ്. അല്പം ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രിമാരുണ്ടായി എന്നതൊഴിച്ചാൽ ഭരണപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ പ്രകടമായ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ബോധ്യം വരേണ്ടത്.